إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أوصيكم بإياي تقوى الله. സ്നേഹധനേയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളനുസരിച്ച് ജീവിക്കണമെന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു മനുഷ്യൻ്റെ ഐഹിക ആവശ്യ നിർവഹണത്തിനുള്ള അടിസ്ഥാന ഉപാധികളിൽ ഒന്നാണ് സമ്പത്ത് എന്നുള്ളത്. അതാവട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നൽകുന്ന മഹത്തായിട്ടുള്ള ഒരു അനുഗ്രഹമാണ്. എല്ലാം മനുഷ്യരും അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹം തേടിപ്പിടിക്കുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളാണ്. പണിയില്ലാതെ ഒഴിഞ്ഞിരിക്കുക എന്നുള്ളൊരു പരിപാടി എന്തില്ല, നമ്മുടെ ആരുടെ പക്കലും ഉണ്ടാവില്ല. നമ്മളെല്ലാവരും ആ സമ്പാദ്യം എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള കാര്യത്തിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കും. എന്നാൽ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ അവൻ്റെ പല ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചും നമ്മളോട് പറയാറുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് പല രൂപത്തിലുള്ള ദൃഷ്ടാന്തങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങളെ പരാമർശിക്കുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്ന ഒരു കാര്യമുണ്ട്. വമിൻ ആയാതിഹി മനാമുക്കും ബില്ലൈലി വന്നഹാർ വബ്തിഗാഉക്കും മിൻ ഫദ്ലി. രാത്രിയും പകലും നിങ്ങൾ ഉറങ്ങുന്നതും അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ ഉപജീവനം തേടുന്നതും അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതത്രേ എന്നാണ് പറയുന്നത്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വബ്തിഗാഉക്കും മിൻ ഫദ്ലി, അവൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ ഉപജീവനം തേടുന്നത്
എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ദൃഷ്ടാന്തങ്ങളിൽ ഒന്നായിക്കൊണ്ട് എന്ത് ചെയ്യണം, നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതം സന്തോഷകരമാകുന്നതിൽ സമ്പത്ത് എന്ന് പറയുന്ന കാര്യം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. മാത്രമല്ല, സമ്പാദിക്കാനുള്ള ആഗ്രഹം മനുഷ്യൻ്റെ ജന്മവാസനകളിൽപ്പെട്ടിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എത്ര സമ്പാദിക്കാം, അതൊരു ചോദ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിലെ ഒരാൾക്ക് ഇത്രയേ സമ്പാദിക്കാവൂ എന്നൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഉപാധി വെച്ചിട്ടില്ല. എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സമ്പാദിക്കാൻ പറ്റും. ഇത്രേ പാടുള്ളൂ എന്നുള്ള കരാറൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടില്ല. എന്നാൽ അധ്വാനിച്ച് സമ്പാദിക്കാൻ പ്രേരിപ്പിക്കുന്നതോടൊപ്പം സമ്പത്ത് ശാശ്വത വിജയത്തിന് തടസ്സമാവാതിരിക്കാൻ, ശാശ്വതമായ ഒരു വിജയം വരാനുണ്ട്, ആ ഭാഗത്ത് തടസ്സമാവാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്നും പ്രവാചകൻ പല രൂപത്തിലും നമുക്ക് ചെയ്തിട്ടുണ്ട്, ഉപദേശം നൽകിയിട്ടുണ്ട്. അതന്നെ എങ്ങനെയാണ്, ഏതൊരു കാര്യത്തിലും എന്നതുപോലെ ഇവിടെ ഇസ്ലാം ചില വിധിവിലക്കുകളൊക്കെ നേരിട്ട് സമ്പത്തിന്റെ കാര്യത്തിലും നിശ്ചയിച്ചിട്ടുണ്ട്. ആരാധനാ കാര്യങ്ങളെ ക്രമീകരിക്കുന്നത് പോലെ ഇടപാടുകളെയും ക്രമീകരിക്കുകയും വ്യവസ്ഥപ്പെടുത്തുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുണ്ട്. പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഇടപാടുകളുടെ കാര്യത്തിലുള്ള നിയമാവലികളുമെല്ലാം ആരാധനകളെ പോലെ ഇടപാടുകളിലും ഹറാമും ഹലാലും സാധ്യമായതും സാധ്യമല്ലാത്തതും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുണ്ട്, വ്യക്തമാക്കി നമുക്ക് നൽകിയിട്ടുണ്ട്. ഇബാദത്തുകളിലെ കൽപ്പനകളും വിരോധങ്ങളും വാഗ്ദാനങ്ങളും താക്കീതുകളും ഭീഷണികളുള്ളതുപോലെ ഇടപാടുകളുടെ കാര്യത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് താക്കീതുകളും അതൊക്കെ നൽകുന്നുണ്ട്. ഉദാഹരണം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. പലിശയുടെ വിഷയം പറഞ്ഞെടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ, വഅഹല്ലല്ലാഹുൽ ബൈഅ വഹറമൽ റിബാ. അല്ലാഹു കച്ചവടം എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഹലാലാക്കി നൽകിയിട്ടുണ്ട്. എന്നാൽ പലിശ നിഷിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു. പലിശന്റെ ഇടപാടൊക്കെ നിങ്ങൾ എന്ത് ചെയ്തു, ഇപ്പോൾ കച്ചവടം ഉണ്ടാക്കി നിങ്ങൾ എന്ത് ചെയ്തോളി, സമ്പാദിച്ചോളി. പലിശ കൊടുത്ത് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, സമ്പാദിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ഏതൊന്ന് സമ്പാദിക്കുന്നുണ്ടെങ്കിലും അത് ജനങ്ങളോട് മൊത്തത്തിലുള്ള കാര്യമെന്നുള്ളതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹന്നാസ് കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ. മനുഷ്യരെ, ഭൂമിയിലുള്ളതിൽ നിന്ന് അനുവദനീയവും വിശിഷ്ടമായതും നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. അതെങ്ങനെയല്ല, യാ അയ്യുഹന്നാസ് എന്ന് വിളിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, എല്ലാവരോടും കൂടിയിട്ടാണ് പറഞ്ഞത്. അതിൽ വ്യത്യസ്ത മതസ്ഥരൊന്നുമില്ല, എല്ലാ ആൾക്കാരോടും കൂടിയാണ് പറയുന്നത്. എന്ത്, കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ. നല്ലതാണ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അനുവദനീയമായതും വിശിഷ്ടമായതുമാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ഭക്ഷിക്കേണ്ടതെന്ന്. ഇനിയോ പ്രവാചകന്മാരോടുള്ള നിർദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹർ റസൂലു കുലൂ മിൻ ത്വയ്യിബാതി വഅമലു സ്വാലിഹാ. ദൂതന്മാരെ, വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുവീൻ. പ്രവാചകന്മാരെ വിളിച്ചത്. അതുപോലെ തന്നെ വിശ്വാസികളായിട്ടുള്ള ആളുകളെ മാത്രം വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും. സത്യവിശ്വാസികളെ, നിങ്ങൾ നാം നൽകിയ വസ്തുക്കളിൽ നിന്ന് വിശിഷ്ടമായത് ഭക്ഷിച്ചു കൊള്ളുക. അപ്പൊ ഇവിടെയെല്ലാം അല്ലാഹു വ്യക്തമായ രൂപത്തിലെ ഹലാലായ സമ്പാദ്യമായിരിക്കണം, അതുകൊണ്ടുള്ള ഭക്ഷണമായിരിക്കണം എന്നത് എന്ത് ചെയ്യണം, നമ്മളെ സൂചിപ്പിക്കണം. അത് ശരിക്കുള്ള എല്ലാ ആളുകൾക്കുണ്ട്, എല്ലാ മനുഷ്യന്മാർക്കുണ്ട്, പ്രവാചകന്മാർക്കുണ്ട്, വിശ്വാസികളായിട്ടുള്ള ആളുകൾക്കും ഉണ്ട്. അപ്പൊ ആരും അതിൽ നിന്ന് എന്തല്ല, മുക്തരല്ല. എല്ലാവരും അത് പാലിച്ചിരിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ ധാരാളം ഉദാഹരണങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സമ്പത്തൊരു മനുഷ്യന്റെ നയനിലപാടുകളെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഘടകമെന്ന നിലക്ക് അതൊരു പരീക്ഷണം കൂടിയാണ് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. റബ്ബ് നമുക്ക് അതൊരു പരീക്ഷണമായി കൊണ്ടു തന്നതാണ്. അതുകൊണ്ടാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്ത്, ഇന്നലി കുല്ലി ഉമ്മത്തിൻ ഫിത്ന
വഫിത്നതു ഉമ്മതി അൽ മാൽ. ഓരോ ജനതക്കും ഓരോ പരീക്ഷണമുണ്ട്. എൻ്റെ ജനതയുടെ പരീക്ഷണം എന്ന് പറഞ്ഞാൽ അത് സമ്പത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹിന്റെ ഉമ്മത്തിന് സമ്പത്താണ് അതിൻ്റെ പരീക്ഷണം എന്നുള്ളത്. പലരുടെയും ആദർശം നഷ്ടപ്പെടുന്നതൊക്കെ ഈ ഒരു വിഷയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ശരിക്കും പോലെ നിസ്കരിക്കുന്ന ആളായിരിക്കും, അതേപോലെ തന്നെ നോമ്പെടുക്കുന്ന മനുഷ്യനാവും, സക്കാത്ത് കൃത്യമായിട്ടൊക്കെ കൊടുക്കുന്നുണ്ടാകും. പക്ഷേ സമ്പാദിക്കുന്ന കാര്യത്തിൽ ഹലാലും ഹറാമും വേർതിരിച്ചറിയാത്ത രൂപത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കും. അപ്പം ആലോചിച്ച് നോക്കാൻ, നിസ്കാരം നിലനിർത്തുന്ന ആളായിരിക്കും, നോമ്പ് നോക്കുന്നുണ്ടാവും, സക്കാത്ത് കൊടുക്കുന്നുണ്ടാവും, സ്വതക്ക ചെയ്യുന്നുണ്ടാവും, ഒക്കെ ഉണ്ടാവും അവൻ്റെ അടുത്ത്. പക്ഷേ അവൻ സമ്പാദിക്കുന്ന വിഷയത്തിൽ എന്ത് ചെയ്യുന്നില്ല? ശ്രദ്ധ. ഹലാലാണോ ഹറാമായതാണോ ഞാൻ സമ്പാദിച്ചെടുക്കുന്നത് എന്നുള്ള കാര്യത്തിൽ അവൻ എന്തില്ല? ശ്രദ്ധയില്ല. അങ്ങനെ ആവാൻ പാടില്ല. പലരുടെയും ആദർശം തന്നെ ആ രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്? നഷ്ടപ്പെട്ടു പോകുന്നത്. ഇനി സമ്പത്തിന്റെ വിഷയം വരുന്നിടത്തായിരിക്കും എന്ത് ചെയ്യുക? ആളെ കാണാനൊക്കെ ഒരു കുഴപ്പമില്ല, എല്ലാ കാര്യത്തിനും മൂപ്പര് മുമ്പിലുണ്ട്, പക്ഷെ സമ്പത്തിന്റെ കാര്യത്തിൽ മൂപ്പരെ വിശ്വസിക്കാൻ പറ്റൂല കേട്ടോ എന്നുള്ള പറച്ചിൽ കേൾക്കുന്ന ആളുകളെയും നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ വേണ്ടത്ര സൂക്ഷ്മത പാലിച്ചില്ലെങ്കിൽ സമ്പത്ത് അതൊരു ശാപമായി നമുക്ക് തീരുമെന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അടങ്ങാത്ത ആഗ്രഹത്തിന്റെ ഉടമയാണെന്ന് മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹുവിന് നമ്മുടെയൊക്കെ സ്വഭാവത്തെ കുറിച്ചിട്ട് നന്നായിട്ടറിയാം. ബാല്യം മുതൽ മരണം വരെ അടങ്ങാത്ത ആഗ്രഹങ്ങൾക്കുടമയാണ് മനുഷ്യൻ അല്ലേ? ചെറുപ്പം മുതൽ ആഗ്രഹിക്കൽ തുടങ്ങിയല്ലേ നമ്മള്. ഇനിയോ കുയിലേക്ക് എടുത്തുക്കുന്നതിന് മുമ്പ് വരെ അത് അവിടെ തന്നെ ഉണ്ടാകും, അടങ്ങാത്ത ആഗ്രഹങ്ങളായിക്കൊണ്ട് നിലനിൽക്കും. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. യക്ബറു ബനു ആദമ വയക്ബറു മഅഹു ഇസ്നാൻ. മനുഷ്യൻ വാർദ്ധക്യം പ്രാപിച്ചാലും യൗവനം നിലനിൽക്കുന്ന കാര്യങ്ങളാണ് ഹബ്ബുൽ മാൽ വതൂലുൽ ഉംർ. പണത്തോടുള്ള ദീർഘായുസിനോടുമുള്ള കൊതിയും. രണ്ട് കാര്യങ്ങളോടാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഒന്നെന്താണ്? പണത്തോടുള്ള ആഗ്രഹം. രണ്ടാമത്തത് എന്താ? ദീർഘായുസിനോടുള്ളത്. ഇനിയും മരിക്കാതെ ഇനിയും ജീവിക്കണം എന്നുള്ളത്. നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹമല്ല പറഞ്ഞത്. നല്ലത് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് ദീർഘായുസിന് പ്രാർത്ഥിക്കുന്നത് അത് വേറെ. അതല്ലാത്ത ഈ രണ്ട് കാര്യങ്ങളിൽ എന്തുണ്ടായിരിക്കും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം? ഇനി അങ്ങനെയാണെങ്കിലും തന്നെ ശരി, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് മരിച്ചു ആരെങ്കിലും ആഗ്രഹിക്കുമോ? ഇല്ല, ആരും ആഗ്രഹിക്കൂല. സുദീർഘമായിട്ടുള്ള ആയുസ് കിട്ടാൻ എന്ത് ചെയ്യുള്ളൂ? എല്ലാവരും ആഗ്രഹിക്കുള്ളൂ. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞത് വളരെ കറക്റ്റാണ്. രണ്ടാമത്തതോ ഹുബ്ബുൽ മാലാണ്, ധനത്തോടുള്ള സ്നേഹം. ആർക്കാണ് പൈസ കിട്ടിയാ വാങ്ങാത്തത്? ഇവിടെ ആരെ കയ്യിലേക്കാണ് കുറച്ച് പൈസ തന്നാൽ ഇഷ്ടപ്പെടാത്തത്? എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചു പോവുക ഒരാളുണ്ടാവില്ല. ആര് കൊണ്ടുവന്നാലും അത് കൈ നീട്ടി വാങ്ങാൻ എന്തായിരിക്കും? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ മുന്നോട്ട് വരുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ആഗ്രഹങ്ങൾക്ക് ഉദാഹരണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലൗ അന്ന ലി ഇബ്നി ആദമ വാദിയൻ മിൻ ദഹബിൻ അഹബ്ബ അൻ യകൂന ലഹു വാദിയാൻ. മനുഷ്യന് സ്വർണത്തിന്റെ ഒരു താഴ്വര എങ്ങനെ ലഭിച്ചാൽ രണ്ട് താഴ്വരകൾ ഉണ്ടാകാൻ അവൻ ആഗ്രഹിക്കുന്ന. ഒരു താഴ്വര കൊടുത്ത് അപ്പൊ അവൻ എന്ത് ചെയ്യും? ഇനിയൊന്നും കൂടി ഉണ്ടാക്കണം. ഈ വിഷയം തന്നെയാണ് നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നമുക്ക് കാണാൻ സാധിക്കുക. ഉണ്ടാക്കുക എന്നുള്ള ചിന്തല്ലേ നമുക്കെല്ലാം ഉള്ളത്. ആലോചിച്ച് നോക്കാണേ, ഉണ്ടാക്കുക, കുറച്ചും കൂടി ഉണ്ടാക്കുക, ഇങ്ങനെ ഉണ്ടാക്കുക, എൻ്റെ മക്കൾക്ക് ഉണ്ടാക്കുക, അല്ലെങ്കിൽ പേരക്കുട്ടികൾക്ക് ഉണ്ടാക്കുക, സമ്പാദിച്ച് കൂട്ടുക എന്നുള്ള ചിന്തയല്ലാതെ നമുക്ക് എന്താണുള്ളത്? ഇബാദത്തുകൾക്ക് വരുന്നു, ഇബാദത്ത് നിർവഹിക്കുന്നു, പോകുന്നു. പിന്നെയുള്ളത് എന്താണ്? ചർച്ചകളും ചിന്തകളും. എന്താ? കുറച്ച് പൈസ സമ്പാദിക്കണം എന്നുള്ള അടുത്ത മാസത്തേക്ക് എന്താണ്, അതിൻ്റെ പിറ്റത്തെ വർഷത്തേക്ക് എന്താണ്, ഇങ്ങനെയുള്ള സമ്പാദ്യത്തിൻ്റെ ചിന്ത മാത്രമാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്? ഉണ്ടാകുന്നത്. റസൂലുള്ളാഹി പറഞ്ഞത് കറക്റ്റല്ലേ? ഒരു താഴ്വര നിറച്ചും
സ്വർണ്ണം അവനക്ക് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ താഴ്വര കൂടി കിട്ടാനുള്ള ആഗ്രഹം എന്ത് ചെയ്യുള്ളൂ, ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പം മനുഷ്യൻ്റെ അനന്തമായ ആഗ്രഹങ്ങളെക്കുറിച്ച് വിശദീകരണങ്ങളൊന്നും ആവശ്യം ഇല്ലാത്ത വിധത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇനി മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്ക് വിരാമമിടുന്നത് എവിടുന്നാണെന്നും കൂടി എന്ത് ചെയ്യുന്നുണ്ട് റസൂലുള്ളാഹി പറയുന്നുണ്ട്. ആ ആഗ്രഹം നിൽക്കുന്നൊരു സമയമുണ്ട്. വലൻ യംലഉ ഫാഹു ഇല്ല തുറാബ് വയതൂബുല്ലാഹു അലാ മൻ താബ്. മണ്ണല്ലാതെ അവൻ്റെ വായ നിറക്കുകയില്ല. മണ്ണ് അവൻ്റെ വായ നിറക്കാൻ പറ്റുന്ന സാധനം എന്താണ്? മണ്ണ് മാത്രമേ ഉള്ളൂ എന്നാ. മണ്ണ് മാത്രമേ ഉള്ളൂ. അത്രത്തോളം അവൻ്റെ ആഗ്രഹങ്ങൾ എന്ത് ചെയ്യും, നിലനിൽക്കുമെന്നും. അഥവാ മരണത്തോടെ മാത്രമേ മനുഷ്യന്റെ അത്യാഗ്രഹം എന്ത് ചെയ്യുള്ളൂ, അവസാനിക്കുകയുള്ളൂ എന്നർത്ഥം. മണ്ണ് വായിൽ വരുന്ന സമയപ്പെടാ, മരിക്കുമ്പോഴാ അല്ലേ, അതങ്ങോട്ട് അടിഞ്ഞ് മണ്ണിനോട് ചേരുമ്പോഴാ ആ മണ്ണായിത്തീരുന്നത് വരെ അവൻ്റെ ആഗ്രഹം നിലനിൽക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സമ്പത്തിനോടുള്ള ഒരു മനുഷ്യന്റെ ആർത്തി വരുത്തി വെക്കുന്ന വിനയെക്കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെ നമ്മളോട് സൂചിപ്പിച്ചു. മാദിബാനി ജാഇആനി ഉർസിലാനി ഫീ ഗനമിൻ ഫഅഫ്സദ ലഹാ മിൻ ഹിർസിൽ മർഇ അലൽ മാലി വശറഫി ലിദീനിഹി. എങ്ങനെ റസൂലുള്ളാഹി അതിനെ കണക്കാക്കിയെന്നറിയോ? വിശന്നിട്ട് രണ്ട് ചെന്നായകളെ ആട്ടിൻ കൂട്ടത്തിലേക്ക് വിട്ടാൽ അവ ആടുകളെ നശിപ്പിക്കുന്നതിനേക്കാൾ കൂടുതലായി പണത്തോടും സ്ഥാനത്തോടുമുള്ള മോഹം മനുഷ്യന്റെ ദീനിനെ നശിപ്പിക്കുമെന്നാണ്. മനുഷ്യന്റെ ദീനിനെ തന്നെ നശിപ്പിച്ചു കളയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലത്. എത്രയെത്ര ബന്ധങ്ങളെ, മാനുഷിക ബന്ധങ്ങളെയാണ് അതിൻ്റെ പേരിൽ തകർത്തെറിയപ്പെടുന്നത്. ഉമ്മാനെയും ബാപ്പാനെയും മക്കൾക്ക് ആ ഒരു വിഷയങ്ങൾ വരുന്ന സമയത്ത് ആരുമല്ലാണ്ടാക്കി തീർക്കുന്ന അവസ്ഥയല്ലേ. അതേപോലെ തന്നെ മക്കളെ കാര്യത്തിൽ ആശങ്കകൾ പെട്ടുകൊണ്ട് അതിനിടയിലുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്ന മാതാപിതാക്കൾ നമ്മൾ കണ്ടിട്ടില്ലേ? എന്തിൻ്റെ പേരിലാ? പണത്തിൻ്റെ പേരിൽ ഛിന്ന ഭിന്നമായിക്കൊണ്ട് മറ്റു മക്കൾ, ഒരു മക്കളെ വേറൊരു രൂപത്തിൽ കാണുന്ന മാതാപിതാക്കൾ, മറ്റുള്ള കുട്ടികളെ വേറൊരു രൂപത്തിൽ കാണുന്ന മാതാപിതാക്കൾ. ഒരേ മാതാവിൻ്റെ മക്കളാണ്, പക്ഷേ വിവിധ രൂപത്തിൽ കണ്ടുകൊണ്ട് അതിൻ്റെ പേരിൽ കുടുംബ ചിത്രതകൾ വരുന്നില്ലേ? സമ്പത്തിൻ്റെ പേരിൽ വരുന്നില്ലേ? വീട്ടിനുള്ളിൽ നല്ലോണം അധ്വാനിക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിലും അത്യാവശ്യം പാവപ്പെട്ട രൂപത്തിൽ വേറെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ കുറവുള്ള മനുഷ്യനെയും രണ്ട് തരക്കാരായിക്കൊണ്ട് വീതിക്കുന്ന മാതാപിതാക്കളില്ലേ? ഇനി മാതാപിതാക്കൾ സമ്പാദിച്ചു വെച്ചതിനെ കവർന്നെടുക്കുവാൻ തൻ്റെ മാതാപിതാക്കളെ ആണ് എന്നുള്ള ബോധം പോലും ഇല്ലാത്ത വിധത്തിൽ കൊന്നുകൊണ്ട് അത് സമ്പാദിച്ചു കൊണ്ടുകൊണ്ട ആൾക്കാരില്ലേ? എത്രയെത്ര ദൃഷ്ടാന്തങ്ങളാണ് നമുക്ക് മുന്നിൽ കാണാനുള്ളത്. ഉത്തരവാദിത്ത ബോധത്തെ മരവിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും അതിലില്ല. എല്ലാവർക്കും ചില ഉത്തരവാദിത്തങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളൊക്കെ പണത്തിന്റെ പേരിൽ നഷ്ടപ്പെടുത്തി കളയുന്ന എത്ര ആളുകളാണുള്ളത്. അതേപോലെ തന്നെ ദൈവസ്മരണയും എന്ത് ചെയ്യും, അതിന്റെ പേരിൽ ഇല്ലാതാക്കി കളയുമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം. ഫവല്ലാഹി മൽ ഫഖറ അഖ്ശാ അലൈക്കും. അല്ലാഹുവാണ് സത്യം, നിങ്ങളുടെ കാര്യത്തിൽ ദാരിദ്ര്യമല്ല ഞാൻ ഭയക്കുന്നത്. വലാകിന്നി അഖ്ശാ അലൈക്കും അൻ തുബ്സത ദുനിയ അലൈക്കും കമാ ബുസിതത് അലാ മൻ കാന ഖബലിക്കും. മറിച്ച് നിങ്ങളുടെ മുൻകാല ജനങ്ങൾക്ക് ലഭിച്ചതുപോലുള്ള സമ്പദ് സമൃദ്ധി നിങ്ങൾക്കുണ്ടാവുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത്. ഫതനാഫസൂഹാ കമാ തനാഫസൂഹാ. അവരെ പോലെ നിങ്ങളും ആർത്തി കാണിക്കുന്നൊരു രംഗമുണ്ട്. വതുഹ്ലികകും കമാ അഹ്ലക്തും. അവരെ അത് നശിപ്പിച്ചതുപോലെ നിങ്ങളെയും നശിപ്പിക്കുകയും ചെയ്യുന്നതാണ്. റസൂലുള്ളാഹി പറഞ്ഞതാ. ഈ സമ്പത്ത് ഉണ്ടാക്കിയെടുക്കുന്ന മുൻകാലപ്പോരത്ത് അതാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാകുന്ന കാര്യത്തിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഭയപ്പെടുന്നത് എന്നാ. എൻ്റെ ഭയം അതാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത്. ഇനി സമ്പാദ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറുക്കു വഴികൾ സ്വീകരിക്കുന്ന എത്രയെത്ര ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. പലരും ധനസമ്പാദനത്തിന് വേണ്ടി എന്ത് കുറുക്കു വഴികൾ സ്വീകരിക്കുന്ന ആളുകളാണ്.
അതിനുവേണ്ടി അവര് ഏത് ഹറാമായ സമ്പാദന മാർഗവും സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു, യഅതി അലന്നാസി സമാൻ ലാ യുബാലിൽ മർഉ മാ അഖദ മിൻഹു ആമിനൽ ഹലാൽ അം മിനൽ ഹറാം. ഹലാലിൽ നിന്നാണോ ഹറാമിൽ നിന്നാണോ താൻ എടുത്തത് എന്ന് നോക്കാതെ മനുഷ്യൻ ധനം വാരിക്കൂട്ടുന്ന ഒരു കാലം വരും. ഹലാലാണോ ഹറാമാണോ എന്നൊന്നും ചെയ്യില്ല, അവൻ നോക്കൂല. ഇന്നത്തെ ജനതയുടെ സ്ഥിതി എന്താണ് ആലോചിച്ച് നോക്കൂ. ഹലാലാണോ ഹറാമാണോ എന്ന് തെരഞ്ഞു പിടിക്കാനൊന്നുമില്ല, അവനക്ക് സമയമില്ല. വളരെ അപൂർവം ആളുകൾ മാത്രമാണ് താൻ സമ്പാദിക്കുന്നത് ഹലാലാണോ ഹറാമാണോ എന്ന് നോക്കുന്നത്. ആരും ചൂണ്ടിക്കാണിക്കണ്ട, നമ്മളെല്ലാവരും അങ്ങോട്ട് തന്നെ അവരവരുടെ കാര്യം തന്നെ എന്ത് ചെയ്താൽ മതി, ചിന്തിച്ചാൽ മതി. ഞാൻ സമ്പാദിക്കുന്ന കാര്യത്തിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട്, തനിക്കത് ഹലാലായിക്കൊണ്ട് തനിക്കും തൻ്റെ കുടുംബത്തിനും ഭക്ഷിക്കാൻ സാധിക്കുന്നതാണോ എന്ന് ഓരോരുത്തരും അവരുടെ കാര്യം വിചാരിച്ചാൽ തന്നെ മതി. എന്നാൽ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസിക്ക് അങ്ങനെയുള്ളൊരു മാർഗം സ്വീകരിക്കാൻ കഴിയില്ല, ഹറാമിനെ സ്വീകരിക്കാൻ അവർക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ സമ്പത്തിന്റെ ചതിക്കുഴികൾ അകപ്പെടാതിരിക്കാനുള്ള മുന്നറിയിപ്പുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പറഞ്ഞു തന്നിട്ടുണ്ട്. മനുഷ്യൻ എത്ര സമ്പാദിച്ചാലും യഥാർത്ഥത്തിൽ അവന് പ്രയോജനപ്പെടുന്നത് ചില കാര്യങ്ങൾ മാത്രമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. യഖൂലുൽ അബ്ദു മാലി മാലി ഇന്നമാ ലഹു മിൻ മാലിഹി സലാസ്. മനുഷ്യൻ എൻ്റെ പണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ധനം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവൻ്റെ സ്വത്തിൽ 3 അവനുള്ളൂ. നമ്മൾ ഈ സമ്പാദിച്ച കുട്ടിയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെതിൽ നിന്ന് നമുക്ക് 3 കാര്യങ്ങളാണ് ഉണ്ടാവുക. ഇപ്പൊ ഒരുക്കി വെച്ച വീടാവട്ടെ, മറ്റുള്ള വസ്തുക്കളാവട്ടെ, സ്ഥലങ്ങളാവട്ടെ, ബാങ്ക് ബാലൻസുകളാവട്ടെ, എന്താവട്ടെ, അതിൽ നിന്ന് 3 നിങ്ങൾക്കുള്ളത്. മാ അക്കലഫ അഫ്ന, അവൻ ഭക്ഷിച്ചു തീർത്തത് അവനുണ്ട്, അല്ലെ? നമ്മൾ തിന്നു കഴിഞ്ഞത് നമുക്കുണ്ട്. ലബിസ ഫാബുല, ധരിച്ച് പാഴാക്കി കളഞ്ഞത് അവനുണ്ട്. അത് വസ്ത്രങ്ങൾ വാങ്ങി ധരിച്ചത് എന്താണോ അത് നമുക്കുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചത് എന്താണോ അതവനുണ്ട്. ഈ പറഞ്ഞ 3ാമത്തെ കാര്യമാണ് എന്തുണ്ടാവുക, പരലോകത്ത് നമുക്ക് കാണുവാൻ സാധിക്കുക. തിന്നും അതേപോലെ തന്നെ ഉടുത്തതുമെല്ലാം ഇവിടെ കഴിഞ്ഞു പോയി. ഇനി ഇതിൽ 3ാമതായി പറഞ്ഞ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചത് അഥവാ പരലോകത്തേക്കുള്ള നിക്ഷേപമാക്കി വെച്ചത്. എന്താണ് പരലോകത്തേക്കുള്ള നിക്ഷേപം? ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കുക. ഒക്കെ ബാങ്ക് ബാലൻസ് ആക്കിയിട്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇട്ട് വെക്കാനുള്ള സാധനമില്ലാന്ന്. നിങ്ങൾക്ക് തന്ന ധനം അതിൻ്റെ ഉള്ളിലിട്ട് വെക്കാനുള്ള സാധനമല്ല, അത് ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കുവാനുള്ളതാണ്. അല്ലെങ്കിൽ കണ്ടറിഞ്ഞ് ചെയ്യേണ്ടടുത്ത് ചെയ്യുവാനുള്ളതാണ്. അല്ലാതെ അതിങ്ങനെ കൂട്ടിവെച്ചത് കൊണ്ടില്ല ഒരു കാര്യവുമില്ല എന്നുള്ളതാണ്. എന്നിട്ട് റസൂലുള്ള തുടർന്ന് പറഞ്ഞത് എന്താണെന്നോ, അവശേഷിക്കുന്നതെല്ലാം മറ്റുള്ളവർക്കായി വിട്ടുകൊടുത്തത് കൊണ്ട് വിട പറയുന്നവനാണ് അവൻ. അല്ലേ? ഈ 3 സാധനങ്ങൾ ഉപയോഗപ്പെടുത്തിയ അത് നമുക്കുണ്ട്. അതല്ലാത്തതൊക്കെ ആർക്കാണ്? മരിച്ചു കഴിഞ്ഞാൽ അത് അവൻ്റെ അവകാശികൾ, അനന്തരമായിട്ടുള്ള അവകാശികൾക്കുള്ളതാണ്. അത് നിങ്ങൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല, അത് അങ്ങനെ തന്നെ ആവുകയുള്ളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അനന്തരാകാശികളുടെ സമ്പത്തിനെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ ലോകത്ത്. ഇഹത്തിലോ പരത്തിലോ പ്രയോജനപ്പെടാത്ത വിധം നമ്മുടെ സമ്പത്ത് കൂമ്പാരമാക്കി വെച്ച് ഒടുവിൽ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് മറ്റുള്ളവർക്കായിട്ട് വിട്ടേച്ചു പോകേണ്ടി വരുന്ന ആളുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക്. അയ്യുക്കും മാലു വാരിസിഹി അഹബ്ബു ഇലൈഹി മിൻ മാലി, നിങ്ങളിൽ ആരാണ് സ്വന്തം സമ്പത്തിനേക്കാൾ അനന്തരാവകാശികളുടെ സമ്പത്തിനെ ഇഷ്ടപ്പെടുന്നവർ എന്ന് റസൂലുള്ളാഹി സഹാബാക്കളോട് ചോദിക്കാണ്. ആ സമയത്ത് സഹാബാക്കൾ പറയാണ്, ഖാലു യാ റസൂലുള്ളാഹ് മാ മിന്നാ അഹദുൻ ഇല്ലാ മാലുഹു അഹബ്ബു ഇലൈഹി. സഹാബത്ത് പറഞ്ഞു, ഞങ്ങളിൽ ഒരാളും സ്വന്തം സമ്പത്തിനേക്കാൾ അനന്തരാവകാശികളുടെ സമ്പത്തിനെ സ്നേഹിക്കുന്നവരില്ല പ്രവാചകരെ.
അങ്ങനെ സ്നേഹിക്കുന്നവരില്ല പ്രവാചകരെ എന്ന് പറഞ്ഞപ്പോൾ അള്ളാന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, തീർച്ചയായും സ്വന്തം സമ്പത്ത് എന്നത് അവൻ ഉപയോഗപ്പെടുത്തിയതാണ്. അവൻ ഏതൊരു കാര്യത്തിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ അതാണ് അവന്റെ സ്വന്തം സമ്പത്ത്, അതാണ് അവന്റെ സമ്പത്ത്, അത് മാത്രമാണ് അവന്റെ സമ്പത്ത്. എന്നാൽ മാറ്റിവെച്ചത് അനന്തരാവകാശിയുടെ സമ്പത്താണ്. അല്ലേ? എത്ര കൂട്ടി റെഡിയാക്കി വെച്ച് പക്ഷെ അതൊന്നും ഉപയോഗപ്പെടുത്താൻ പറ്റാതെ നാളെ മരിച്ചു പോയുള്ള അവസ്ഥ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അത് പിന്നെ ആരുതാണ്? അത് ആരുടേതായിരിക്കും? ആലോചിക്കേണ്ടതാണ്. അത് അനന്തരമായിട്ട് എടുക്കുന്ന ആളുകളുടേതായിരിക്കും. അതുകൊണ്ട് എന്താണ് അവൻ നേടിയെടുക്കാൻ പറ്റിയത്? എന്നാൽ മൂന്നാമത് പറഞ്ഞ പരലോകത്തേക്ക് മാറ്റിവെച്ചത് മാത്രമാണ് എന്ത് ചെയ്യുക? നാളെ റബ്ബിന്റെ അടുക്കൽ മറ്റേത് രണ്ടും ഉപയോഗപ്പെടുത്തിയത് കൊണ്ട് തിന്നുന്ന കാര്യത്തിലും വസ്ത്രം ധരിക്കുന്ന കാര്യത്തിൽ ഉപയോഗപ്പെടുത്തി അതും അവൻ എന്ത് ചെയ്തിട്ടുണ്ടാവും? ലഭിച്ചിട്ടുണ്ടാകുമെന്നർത്ഥം. ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് ഖുർആനിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ഖാറൂൻ എന്ന മുതലാളിയെ കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ അബൂലഹബിന്റെ ചരിത്രങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് സൂറത്തുകളിൽ പറഞ്ഞു തരുന്നുണ്ട്. മരണം വരെ തുടരുന്ന ആർത്തിയെയും സമ്പത്ത് എന്നെ രക്ഷിക്കുമെന്നുള്ള വികലധാരണയെയും ഖുർആന് ഈ സൂറത്തുകളിലൂടെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മാത്രമല്ല പരലോകത്ത് ഓരോ മനുഷ്യനും അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടതുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ ഹത്താ യുസ്അല അൻ അർബഅ. 4 കാര്യങ്ങളുണ്ടല്ലോ, 4 കാര്യങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഒരടിമയെയും ഇരുപാദങ്ങൾ നീങ്ങുക സാധ്യമല്ല. കാലം അങ്ങോട്ട് എടുത്തേക്കാൻ പറ്റില്ലാന്ന്. 4 കാര്യങ്ങളെ കുറിച്ച് ചോദിക്കും. എന്താണ് ചോദിക്കുന്നത്? ഒന്നാമത്തെ ഉംരിഹി ഫീമാ അഫ്നാ, തന്റെ ആയുസ് എന്തിലാണ് വിനിയോഗിച്ചത് എന്ന് ചോദിക്കും. രണ്ടാമത്തത് അൻ ഇൽമിഹി ഫീമാ ഫഅൽ, തന്റെ അറിവ് കൊണ്ട് എന്താണ് പ്രവർത്തിച്ചത് എന്ന് ചോദിക്കും. മൂന്നാമത്തെ കാര്യമാണ്, അതാണ് ഇന്നത്തെ വിഷയത്തെ ആസ്പദമാക്കിയുള്ളത്, വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു ഫീമാ അൻഫഖഹു, തന്റെ സമ്പത്ത് എവിടെ നിന്നാണ് സമ്പാദിച്ചതെന്ന് ചോദിക്കും. അതാണ് ഹലാലും ഹറാമ ആണോ എന്ന് വേർതിരിച്ചിട്ടാണോ ഇജത് സമ്പാദിച്ചത് എന്നുള്ള ചോദ്യം അള്ളാന്റെ അടുക്കൽ എന്തുണ്ടായിരിക്കും? നാളെ ഉണ്ടാകും. എന്തിനാണ് ചെലവഴിച്ചത് എന്നുള്ളതും ഉണ്ടാകും. അത് എന്തിനു വേണ്ടി ദൂർത്താക്കിയാണോ ചെലവഴിച്ചത്, അതല്ല നീ നല്ല മാർഗത്തിലാണോ അത് ചെലവഴിച്ചത് എന്നുള്ള ചോദ്യവും ഉണ്ടാവും. ആ ചോദ്യത്തിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മറ്റൊരു കാലം കിട്ട് എടുത്ത് മാറ്റി വെക്കുവാൻ സാധിക്കുകയുള്ളൂ. തന്റെ ശരീരം എന്തിനാണ് ഉപയോഗപ്പെടുത്തിയതെന്ന ചോദ്യമാണ് 4ാമത് അവിടെ വെച്ചുണ്ടാകുന്നത്. ഒരാൾ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള ചർച്ച എന്താ? ആലോചിച്ച് നോക്കാൻ നിങ്ങൾ. ഒരാൾ മരിച്ചാലുള്ള ചർച്ച, ഒരു സമ്പത്തൊക്കെ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ചർച്ച ഉണ്ടാവുക? നമ്മളൊക്കെ എന്താ ചോദിക്കില്ല? നമ്മളെന്താ പറയാ? എത്ര സമ്പാദ്യം ആ മനുഷ്യൻ ഉണ്ടാക്കി കൂട്ടിയത്, ഒന്നും എടുക്കാൻ പറ്റാണ്ട് അയാളണ്ട് പോയില്ലേന്നാ പറയാ. അല്ലേ? ഒന്നും എടുക്കാൻ പറ്റാണ്ട് അയാളുണ്ട് പോയില്ലേ, എന്താ അയാൾക്ക് കൊണ്ടുപോകാൻ പറ്റിയതില്ലേ എന്നായിരിക്കും നമ്മൾ ചർച്ച നടത്തുക. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കാര്യമുണ്ട്. ഇദാ മാതൽ മയ്യിതു തഖൂലുൽ മലായിക, മലക്കുകളെ അവനെ കുറിച്ച് സംസാരിക്കുന്ന, ആ മരിച്ച വ്യക്തിയെ കുറിച്ച് സംസാരിക്കുന്ന, മാ ഖദ്ദമ, എന്താണ് അവൻ ഉണ്ടാക്കിയിട്ടുള്ളത്, എങ്ങട്ട് പരലോകത്തേക്ക് എന്താണ് അവൻ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള ചോദ്യമാണ് എന്ത് ചെയ്യുക? മലക്കുകൾ ചോദിക്കുകയെന്ന്. പരലോകത്തേക്ക് എന്താ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ ഒരാൾ മരിക്കുമ്പോൾ മലക്കുകൾ പരസ്പരം ചോദിക്കുന്ന രംഗത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരികയാണ്. എന്നാൽ മനുഷ്യന്മാരാവട്ടെ ഇദ്ദേഹം എത്ര സമ്പത്ത് വിട്ടിട്ടാണ് പോയത് എന്നുള്ള ചർച്ചയിലിരിക്കും. എന്ത് ചെയ്യുക? ആ സമയത്ത് ഉണ്ടാവുന്ന എല്ലാറ്റിലും ഉപരിയായി സമ്പത്തിനെ കാണുകയും അക്കാര്യത്തിൽ നിയന്ത്രണങ്ങളും പരിധികളും വിധിവിലക്കുകളും പാലിക്കാതിരിക്കുകയും ചെയ്യുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം സഹോദരന്മാരെ. അതേസമയം തഖ്വയുണ്ടെങ്കിൽ സമ്പത്ത് ദീനിനൊരു ഭീഷണിയല്ലെന്നും ഇസ്ലാം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് സമ്പാദ്യങ്ങൾ ഏത് കാര്യത്തിലാണ് നമ്മൾ സമ്പാദിച്ചെടുക്കുന്നതിനുള്ള ചിന്ത നമുക്കുണ്ടാവുക. ഹലാലായിക്കൊണ്ടായിരിക്കണം സമ്പാദ്യം ഉണ്ടാവേണ്ടത്, ചെലവഴിക്കേണ്ടതും ഹലാലായിക്കൊണ്ടായിരിക്കണം എന്നുള്ളത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിന് നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി അജ്മഈൻ. അമ്മാ ബഅദ്.
കുറേ നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികൾ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കനുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ ഹലാലായി സമ്പാദിക്കുമ്പോൾ സമ്പാദ്യത്തെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒന്നാമത്തെ കുത്തുവിൽ പറഞ്ഞു, ഒരു കണക്കില്ല, എത്ര വേണമെങ്കിലും സമ്പാദിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുമതിയൊക്കെ നൽകിയിട്ടുണ്ട്. പക്ഷെ അത് ചെലവഴിക്കുന്നിടത്തും സമ്പാദിക്കുന്നിടത്തും ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാല കുന്നാ ഫീ മജ്ലിസിൻ ഫജാഅ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ റഅസിഹി അസറു മാഇൻ ഫഖാല ലഹു ബഅദുനാ നറാക അൽയൗമ തയ്യിബുൻ നഫ്സ്. ഞങ്ങളിങ്ങനെ ഒരു സദസ്സിൽ പ്രവാചകന്മാർ സഹാബാക്കൾ ഇങ്ങനെ സദസ്സിൽ ഇങ്ങനെ കൂടിയിരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണം, അവിടെ നിന്ന് ഇങ്ങനെ കയറി വരികയാണ്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ തലയിൽ നിന്ന് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, വെള്ളം ഇങ്ങനെ ഉറ്റി വീഴുന്നുണ്ട്, മുഖം വല്ലാണ്ട് പ്രകാശ രൂപത്തിൽ അല്ല സന്തോഷവാനായി നിൽക്കുന്നുണ്ട്. വക്കാല, ആ സമയത്ത് സഹാബാക്കൾ ചോദിച്ചു, എന്താണ് ഇന്ന് നല്ലൊരു സന്തോഷമുണ്ടല്ലോ റസൂലേ എന്ന് പറയുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജൽ വൽഹംദുലില്ലാ, അതെ ഇന്ന് അള്ളാഹുവിനാണ് സ്തുതി, തീർച്ചയായിട്ടും എനിക്ക് സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു. സുമ്മ അഫാദൽ ഖൗമു ഫീ ദിക്രിൽ ഗിന, അങ്ങനെ ആ സന്തോഷമൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ സംസാരത്തിൻ്റെ ശൈലി ഇങ്ങനെ പോലൊടുങ്ങി. എവിടേക്ക്? സമ്പാദ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക്, ഐശ്വര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇങ്ങനെ തുടങ്ങിയപ്പോൾ ആ ചർച്ച മോശമായ രീതിയിലേക്ക് പോകുന്നെന്ന് കണ്ട സമയത്ത് ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ബഅസ ബിൽ ഗിനാ ലിമൻ ഇത്തഖാ, അള്ളാഹുവിനോട് തഖ്വ കാണിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം സമ്പന്നതയിൽ യാതൊരു കുഴപ്പമില്ല എന്ന് റസൂലുള്ള പറഞ്ഞു. ഇതാണ് അല്ലാഹുവിന്റെ റസൂൽ സിഹ്ഹതു ലിമൻ ഇത്തഖാ ഖൈറും മിനൽ ഗിനാ വതീബുൻ നഫ്സി മിനൻ നഗം, തഖ്വയുള്ളവൻ ആരോഗ്യം സമ്പന്നതയേക്കാളും മഹത്തരമാണ് എന്ന് കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാനസിക സന്തോഷവും അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ്. സമ്പാദിക്കുന്നതിൽ മാനസിക സന്തോഷം നിലനിൽക്കണമെങ്കിൽ അതിൽ തഖ്വ പുലർത്തണം, സൂക്ഷ്മത പുലർത്തണം എന്നർത്ഥം. നമ്മൾ ഏത് സാധനങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയെടുക്കുമ്പോഴും അതിൽ നമ്മുടെ മനസ്സിന് സമാധാനവും ശാന്തിയും വരണോ എങ്കിൽ അള്ളാഹു പറഞ്ഞ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പരിധികൾ എന്ത് ചെയ്യണം, അതിലൊക്കെ പാലിച്ചിരിക്കണം. എങ്കിലും സമാധാനക്കേട് ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ എല്ലാവരും പറയാറുണ്ട്, എന്ത്, സമ്പത്ത് ഇങ്ങോട്ട് കൂടി കഴിഞ്ഞാൽ മനസ്സമാധാനക്കേടാണ്, മനസ്സമാധാനക്കേട് ഉണ്ടാവില്ല. തഖ്വ നിലനിർത്തുന്ന ആളുകൾക്ക് മനസ്സമാധാനക്കേട് ഉണ്ടാവില്ല. ആ കിട്ടിയതിൽ അവൻ എന്ത് ചെയ്യും, തൃപ്തിപ്പെടുകയും ആ കിട്ടിയത് ചെലവഴിക്കാൻ അവൻ മടി കാണിക്കാതിരിക്കുകയും എന്നുള്ളതാണ്. അതിങ്ങനെ പിടിച്ചു വെക്കുമ്പോഴല്ലേ ഈ മനസ്സമാധാനക്കേട്. ചോദിച്ചു വന്നവനാണ്, കൊടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? നമുക്ക് ആവശ്യമുള്ളത് നമ്മളോട് എടുക്കാൻ പറഞ്ഞു. ഭക്ഷണത്തിനും അതുപോലെ തന്നെ പാർപ്പിടത്തിനും വാഹനത്തിനുമായി നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞു, എടുക്കാൻ പറഞ്ഞു. ഇത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് എന്താ കാര്യം? ഈ കൂട്ടി വെച്ചിട്ട് എന്തിനാണ്? മക്കളല്ലേ നമ്മളെ വിഷയമാവും, മക്കളെ കാര്യമല്ലേ നമ്മൾ പറയാറ്. അവനിഞ്ഞ് പട്ടിണിയായാലോ എന്നല്ലേ പറഞ്ഞത്. സ്വത്തൊക്കെ വിട്ടേച്ച് പോണ സമയത്ത് പോലും 1/3 ഭാഗം എന്ത് ചെയ്യാനുള്ളത്, വീതിച്ചു കൊടുക്കുന്നതിൽ, കുട്ടികൾക്ക് വീതിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ പറഞ്ഞേ. ആലോചിച്ച് നോക്കുകയാണ് നിങ്ങൾ. അപ്പം എത്രത്തോളം അവരെ സമ്പാദിക്കാൻ ഉള്ള ആളുകളാക്കി തീർക്കാതെ നമ്മൾ സമ്പാദിച്ചത് തിന്നു തീർക്കുന്ന ആളുകളല്ല ആക്കണ്ടി, അവരെ സമ്പാദിക്കുന്നവരാക്കി തീർക്കണം. എന്നിട്ട് നമ്മൾ നിർവഹിച്ചതുപോലെ ധാരാളമായി കൊടുക്കുന്നവരാക്കി തീർക്കണം, സദക്കകൾ നിർവഹിക്കുന്നവരാക്കി തീർക്കണം. അങ്ങനെയാണ് ഒരു ജനസമൂഹത്തെ നമ്മൾ വാർത്തെടുക്കേണ്ടത്. അല്ലാതെ എൻ്റെ കുട്ടിക്ക് എൻ്റെ കാലശേഷം ഇന്നതൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അങ്ങോട്ട് കൂട്ടി ഉണ്ടാക്കിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ജീവിതം എങ്ങനെയാണെന്ന് നമ്മളാണ് കണക്കാക്കുന്നത്. അവിടെ അള്ളാഹു ചോദ്യം ചെയ്യപ്പെടൂലേ? ഇന്ന കാര്യങ്ങളൊക്കെ ഇത് ഉണ്ടാക്കിയിട്ട് കൊടുത്തല്ലോ, എൻ്റെ മോൻ ഇന്ന കാര്യത്തിലല്ലേ അത് മുഴുവനും ചെലവാക്കി തീർത്തത്, അത് എനിക്ക് എന്തെങ്കിലും ഉപകാരത്തിൽ പെട്ടോ എന്ന് ചോദിക്കൂലേ? ആ ചോദ്യത്തിന് മുമ്പിൽ എന്ത് മറുപടിയാണ് നമുക്ക് പറയുവാൻ സാധിക്കുക? അതുകൊണ്ട് നാം ഉണ്ടാക്കുന്നത് മക്കളെ ദരിദ്രരാക്കി വിടണമെന്നല്ല, മക്കൾക്കും ആവശ്യമുള്ളത് എന്ത് ചെയ്യണം, കൊടുക്കണം. അതിൽ കൂടുതലുള്ളതൊന്നും എന്ത് ചെയ്യരുത്, വെച്ചിങ്ങനെ ഇരിക്കരുത്. ആ വെച്ചിരുന്ന സാധനങ്ങളൊന്നും കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂല. വെറും ഒരു 3 കഷ്ണം തുണിയിലാണ് എന്ത് ചെയ്യുക, നമുക്കങ്ങോട്ട് പോകാൻ സാധിക്കുക. അത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. അപ്പം നമ്മുടെ കയ്യിലുള്ളതൊക്കെ കൊടുക്കുവാൻ എന്ത് ചെയ്യും, നമുക്ക് മനസ്സ് വരും. കയ്യിലുള്ളത് കൊടുക്കുവാൻ മനസ്സിലും. കൊടുക്കുന്നതൊന്നും എന്തില്ല, കുറയൂല. കൊടുക്കുന്നത് കൊണ്ട് ഒരിക്കലും കുറയില്ലാന്ന് ഒരിക്കലും ജീവിതത്തിൽ കള്ളം പറയാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ എന്താ ചിന്തിക്കാനുള്ളത്?
അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പിന്നെ വേറെ ചിന്തിക്കേണ്ട ആവശ്യമില്ല സഹോദരങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ കാര്യവും സമ്പാദിക്കുന്ന സമയത്ത് അതിൻ്റെ ഹലാലും ഹറാമും വേർതിരിച്ച് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് അറിയാതെ വന്നു പോയ ഒരുപാട് പാപങ്ങളൊക്കെ ഉണ്ടാവും. ഇതിലിപ്പോൾ ഒരുപാട് ആളുകളുണ്ടാവും ചിന്തിക്കണം, അപ്പം ഇതൊക്കെ അക്കളൊക്കെ എന്താണ്, എൻ്റെ മാലിൻ്റെ ഒക്കെ അവസ്ഥ എന്താണ്, എൻ്റെ ധനത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് കഴിഞ്ഞു പോയത് പോയി. അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുക, തിരുത്താൻ കഴിയുന്നതൊക്കെ തിരുത്തി വെക്കുക. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. തുടർന്നുള്ള അങ്ങോട്ടുള്ള കാര്യത്തിൽ എന്ത് ചെയ്യുക, നമ്മളെല്ലാവരും ശ്രദ്ധ പുലർത്തുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരായ പാതയിൽ നിലകൊള്ളുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി തരട്ടെ. രോഗികളായിട്ടുള്ള ഒരുപാട് ആളുകൾ നമുക്കിടയിലുണ്ട്. അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.